കവിതയ്ക്കായി ശ്രീമതി വിഷ്ണുപ്രിയ പൂഞ്ഞാർ. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇഷ്ടകവിത 500 അതിൻ്റെ സന്തോഷം പങ്കിടുന്ന ഈ വേദിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിര് കവിഞ്ഞ സന്തോഷമുണ്ട്. ഇങ്ങനൊരവസരം നൽകിയ കാവ്യശികയ്ക്കും രാവണ്ണി മാഷിനും പ്രിയപ്പെട്ട കാവ്യശിക കുടുംബത്തിലെ എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. ഇന്നിവിടെ പ്രകാശനം ചെയ്ത പുസ്തകത്തിൻ്റെ കവർ പ്രകാശനം ചെയ്ത പ്രിയപ്പെട്ട നാട്ടുകാരിയും കൂട്ടുകാരിയുമായ മെഹ്റൂസ് പ്രമോദിനും എൻ്റെ എല്ലാവിധ ആശംസകളും. ജലജാലകം തുറന്ന് ആകാശത്തെ വിളിക്കുന്നു എന്ന കവിതാ സമാഹാരത്തിനും എല്ലാവിധ ആശംസകളും സ്നേഹവും അറിയിക്കുന്നു. കവിത പതിരില്ലാതെ. പിറക്കുമ്പോൾ ചുടുചോര ചുവപ്പിനില്ല, പിരിച്ചെണ്ണിത്തിരിക്കുന്ന നിറഭേദങ്ങൾ. തളർന്നാലോ തനു പെയ്യും വിയർപ്പിനുപ്പിൽ, തിരഞ്ഞാലും പലതില്ല രുചിഭേദങ്ങൾ. മരിക്കുമ്പോളരിക്കുന്ന ചിതയ്ക്കില്ലല്ലോ കനൽ മൂടി പടർന്നേറാൻ ഉടൽ ഭേദങ്ങൾ. മരിക്കുമ്പോളരിക്കുന്ന ചിതയ്ക്കില്ലല്ലോ കനൽ മൂടി പടർന്നേറാൻ ഉടൽ ഭേദങ്ങൾ. വിരിഞ്ഞേറെ പറന്നാലും വിഹകങ്ങൾ, വിഹായസിൽ കരുതില്ല ചിറകിനായി അതിർഭേദങ്ങൾ. തിരമൂടും പരലിനും പെരും മത്സ്യഗണങ്ങൾക്കും പലതില്ല കടൽ തന്നിൽ ജലഭേദങ്ങൾ. പലതില്ല കടൽ തന്നിൽ ജലഭേദങ്ങൾ. മതിനിദ്ര മനുജാനി മിഴി തോറക്കോ, പുറം കാഴ്ച മറയുന്ന പടി തോറക്കോ. പുലർമഞ്ഞിൽ വിരിയുന്ന മലരിലും മധുവല്ല മണമല്ല നിണാകണ്ണം പൊടിഞ്ഞു നിൽപ്പു. പുഴ തന്നിൽ കുളിരല്ല മഴമേഘമിഴി പെയ്യും, അഴൽ പൊള്ളും ചുടു കണ്ണീരലിഞ്ഞു നിൽപ്പു. തൊടും കാറ്റിൽ കനിവല്ല ചെറു ചിത്രശലഭങ്ങൾ, എരിയുന്ന ചിതഗന്ധം നിറഞ്ഞു നിൽപ്പു. തൊടും കാറ്റിൽ കനിവല്ല ചെറു ചിത്രശലഭങ്ങൾ, എരിയുന്ന ചിതഗന്ധം നിറഞ്ഞു നിൽപ്പു. എനിക്കും പുഞ്ചിരിക്കണം പതിരില്ലാതെ, നിറഞ്ഞോടി കളിക്കണം അതിരില്ലാതെ. കനവിനും കനിവിനും അളവില്ലാതെ, മനുഷ്യനായി പുലരണം മതിലില്ലാതെ. എനിക്കും പുഞ്ചിരിക്കണം പതിരില്ലാതെ, നിറഞ്ഞോടി കളിക്കണം അതിരില്ലാതെ. കനവിനും കനിവിനും അളവില്ലാതെ, മനുഷ്യനായി
മനുഷ്യനായി പുലരണം മതിലില്ലാതെ. താങ്ക് യു. അടുത്ത കവിത അവതരിപ്പിക്കുന്നതിനായി ശ്രീ നസീർ കടിക്കാട് മാഷിനെ ക്ഷണിക്കുന്നു. സന്തോഷമുണ്ട്. ഞാൻ രേഖയെ കണ്ടപ്പോഴേ, ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന രേഖയെ, പിന്നെ ഈ കാവ്യശികയുടെ അംഗങ്ങളും ഇതിൽ നിരന്തരം ഇടപെടുന്ന ആളുകളായിട്ടൊന്നും എനിക്ക് വലിയ എന്താ പറയുക ഇടപെടൽ, ഞാനിങ്ങനെ ഒഴിഞ്ഞിരിക്കുന്ന ഒരാളായതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. രേഖയെ അറിയാം, ഇങ്ങനെ വാട്സപ്പിലൊക്കെ ചില മെസ്സേജുകളും അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, രാവിലെ ഇവിടെ ഇരിക്കുമ്പം രേഖയെ അനുമോദിക്കുന്നത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വലിയ എളുപ്പമുള്ള കാര്യമല്ല. ഞാനാണെങ്കിൽ ആദ്യത്തെ 2 എപ്പിസോഡ് കഴിഞ്ഞാൽ അടിച്ചു പിരിഞ്ഞു പോയിട്ടുണ്ടാവും. എൻ്റെ ഒരു സ്വഭാവം അതാണ്. ഇതൊക്കെ 500 കവിതകളുടെ പിന്നാലൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു മഹാസംഭവമാണ്. അതിന് സ്നേഹമുണ്ട്. പിന്നെ എല്ലാവരും രാവണിയേട്ടെന്ന് പറയും, രാവണി മാഷ് എന്ന് പറയും. തൃശ്ശൂർ എൻ്റെ നഗരമാണ്, ഞാൻ പഠിച്ച നഗരമാണ്. സ്റ്റേഷനിൽ ഗുരുവായൂരിൽ പഠിക്കുന്നു, ഡിഗ്രിക്ക് ഇവിടെ പഠിക്കുന്നു. 80കൾക്ക് ശേഷമുള്ള കാലത്ത് അന്ന് തൃശ്ശൂർ എനിക്ക് തന്നിട്ടുള്ള സാഹിത്യം എന്ന് പറയുന്നത് ജനകീയ സാംസ്കാരിക വേദി, പിന്നെ സമാന്തര പ്രസിദ്ധീകരണങ്ങളുടെയും സമാന്തര രാഷ്ട്രീയത്തിൻ്റെയും ഒരു വലിയ കാലം എനിക്ക് തന്നിട്ടുണ്ട്. ദീർഘമായിട്ടുള്ള വലിയ സംഭവമൊന്നും അല്ലെങ്കിലും എന്നെപ്പോലെ അക്കാലത്തുണ്ടായിരുന്ന അനേകം ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും ഉരുട്ടി കൊണ്ടുപോയൊരു നഗരമാണ്. ഉരുട്ടി ഈ വൃത്തം ഇങ്ങനെ ചുറ്റിച്ചൊരു നഗരമാണ് ഇത്. അതുകൊണ്ട് ഞാൻ രാവുണ്ണി മാഷേന്നോ രാവുണ്ണിയേട്ടാന്നോ വിളിക്കുന്നില്ല. രാവുണ്ണിക്ക് നന്ദി. എനിക്ക് ആ മനുഷ്യൻ അങ്ങനെ തന്നെയാണ്. കാരണം എന്നോടൊപ്പം അക്കാലത്ത് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന, ഞങ്ങൾ ഒരിക്കലും ഒന്നിച്ച് പ്രവർത്തിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയമായിട്ടാണെങ്കിലും കവിതയിലാണെങ്കിലും ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ പോലും എനിക്ക് ആ മനുഷ്യനെ രാവുണ്ണി എന്ന് വിളിക്കാനാണ് ഇഷ്ടം. ഞാൻ എൻ്റെ ഒരു ചെറിയ കവിത വായിക്കാം. ബാഷ്പം എന്നാണ് കവിതയുടെ പേര്. ബാഷ്പം. ഇതിലെ ബാഷ്പത്തിൻ്റെ ഭാ അല്ല, ഭാഷയുടെ ഭായാണ് ബാഷ്പം. ഞാൻ രാവിലെ ഇവിടെ വളഞ്ഞ് കുട്ടികളൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു കവിത ചൊല്ലുമ്പോൾ ആ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. ആ കുട്ടികളെയൊക്കെ എനിക്ക് ദീർഘകാലമായിട്ട് അറിയാം. ഇടവപ്പാതിയുടെ കഴിഞ്ഞ 2 വർഷങ്ങളിൽ കുട്ടികൾ നാരായണ മാഷും ഉണ്ടായിരുന്നു, അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. ആ കുട്ടികൾ പ്രത്യേകിച്ചും അതിൽ ഏറ്റവും ഇന്നും പെൺകുട്ടികൾ മാത്രമായിരുന്നു അല്ലേ, ആൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഈ സ്ത്രീ സാന്നിധ്യം എന്ന് പറയുന്നത് അത് ഇവിടെയും ഈ സ്ത്രീ സാന്നിധ്യം എന്ന് പറയുന്നത് വലിയ വലിയ ഒരു 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 കവിതയുടെ ഭാഷയുടെ സംസ്കാരത്തിൻ്റെ വലിയ ഓളം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, നാരായണ മാഷ് കുട്ടികളായിട്ട് വരുമ്പോൾ അതിൽ ഏറ്റവും ശക്തമായിട്ട് ആൺകുട്ടികൾ ഉണ്ടാവാറുണ്ട്. ഇടപ്പാതിയിലൊക്കെ വരുമ്പോൾ ആൺകുട്ടികൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അവരുടെ കവിതയുടെ വ്യക്തിപരമായിട്ട് എന്നെ ഒരു ബോധ്യമുണ്ടാക്കുന്ന കവിതകൾ എപ്പോഴും പെൺകുട്ടികളാണ് എഴുതുന്നു എന്നുള്ള വലിയ സന്തോഷം എനിക്കുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതിലും സ്ത്രീ സാന്നിധ്യമാണ് കൂടുതലായിട്ട് കാണുന്നത്. അതൊക്കെ വലിയ സന്തോഷമാണ്. അത് എങ്ങോട്ട് എത്തുമെന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാതെ, സച്ചിമാഷ് ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ആ 8ലും 10ലും 11ലും ഒക്കെ പഠിക്കുന്ന 7ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളോടൊപ്പം ഒരു 15ഓളം കുട്ടികളുമായിട്ടിരുന്ന് സംസാരിക്കും. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സച്ചിമാഷ് ഇവിടെ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റിലെ മാഷായിട്ട് പ്രവർത്തിക്കുന്ന മാഷ്ക്ക് ഒരു കത്ത് അയച്ചിട്ട് അതിന് മറുപടിക്ക് വേണ്ടി കാത്തിരുന്നൊരു കാലമുണ്ട്. ഇവിടെ കുട്ടികളിങ്ങനെ മാഷായിട്ട് ഇങ്ങനെ സംവദിക്കുമ്പോൾ ഞാനൊക്കെ അതിശയിക്കുക, ഇങ്ങനെ മാഷ് ഇത്ര അടുത്തുണ്ട്. ലോക കവിതയിൽ ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും എല്ലാ ഭാഷകളിലും സഞ്ചരിച്ച ഒരു കവിയോടൊപ്പം നമ്മുടെ 10-15 കുട്ടികൾ ഇരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതൊരു വലിയൊരു സദസ്സാണത്. അതിനെ എത്രമാത്രം നമ്മൾ അതിനെ ആ ഒരു ശക്തിയോടുകൂടി കണ്ട് ആ ഗൗരവത്തോട് കണ്ടു എന്നെനിക്കറിയില്ല. പക്ഷെ അതിൻ്റെ ഒപ്പം ഇരിക്കാൻ പറ്റുക എന്നതും സന്തോഷമാണ്. ഞാൻ കവിതയല്ല, ബാഷ്പം, ഭാഷയുടെ ബാഷ്പം. നായയുടെ ഭാഷയ്ക്ക് എത്ര അക്ഷരങ്ങളുണ്ട്, പൂച്ചയുടെ
അണലിയുടെ, കടുവയുടെ, ഉറുമ്പിൻ്റെ ഭാഷയ്ക്ക് എത്ര അക്ഷരങ്ങളുണ്ട്. മാഷ് കുട്ടികളോട് സംസാരിക്കുമ്പോഴും ഇങ്ങനെ മനുഷ്യർക്ക് മാത്രമല്ല ഭാഷ, പൂച്ചയ്ക്ക് ഭാഷയുണ്ട്, നായ്ക്ക് ഭാഷയുണ്ട് എന്നുള്ളൊരു കാര്യം ഇവിടെ എത്ര ആളുകൾ അത് കേട്ടു എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ അത് ഇപ്പോൾ എനിക്കിത് വായിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു. അത് നായയുടെ ഭാഷയ്ക്ക് എത്ര അക്ഷരങ്ങളുണ്ട്, പൂച്ചയുടെ, അണലിയുടെ, കടുവയുടെ, ഉറുമ്പിൻ്റെ ഭാഷയ്ക്ക് എത്ര അക്ഷരങ്ങളുണ്ട്, അരയാലിൻ്റെ ഭാഷയ്ക്ക് എത്ര അക്ഷരങ്ങളുണ്ട്, തെങ്ങിൻ്റെ, മുരിക്കിൻ്റെ, പ്ലാവിൻ്റെ, കരിമ്പനയുടെ ഭാഷയ്ക്ക് എത്ര അക്ഷരങ്ങളുണ്ട്, പുഴയുടെ ഭാഷയ്ക്ക് എത്ര അക്ഷരങ്ങളുണ്ട്, മലയുടെ, മരുഭൂമിയുടെ, കാടിൻ്റെ, വയലിൻ്റെ ഭാഷയ്ക്ക് എത്ര അക്ഷരങ്ങളുണ്ട്. അവർ നമ്മേക്കാൾ എളുപ്പത്തിൽ സംസാരിക്കുന്നു. അവർ നമ്മേക്കാൾ എളുപ്പത്തിൽ സംസാരിക്കുന്നു, വ്യാകരണങ്ങളില്ലാതെ എഴുതുന്നു. അവരുടെ കവിതയിൽ കാട്ടാളനില്ല, അരുതേ എന്ന വാക്കും വാത്മീകിയുമില്ല. നമ്മൾ കവിത അവതരിപ്പിക്കുന്നത് പരമാവധി ആമുഖം ഒഴിവാക്കി കവിതയിലേക്ക് നേരെ വരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത കവിത അവതരിപ്പിക്കുന്നതിന് ശ്രീമതി മീന രവീന്ദ്രനെ ക്ഷണിക്കുന്നു. ഇതുവരെ കേട്ട കവിതയിൽ നിന്നുള്ള വ്യത്യസ്തമായൊരു സാധാരണ കവിതയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. മലയാള ഭാഷ. ചെഞ്ചിളം ചുണ്ടിൽ നിന്നൂർന്നു വീഴും ചന്തം നിറയും മണിമുത്തുകൾ, ഹന്ത പൊഴിഞ്ഞിടും ചാരുവാണി, അക്ഷരസുന്ദരം മാതൃഭാഷ, അക്ഷരസുന്ദരം മാതൃഭാഷ. മലയാളമെന്ന മധുറും ഭാഷ, മഹിമകളേറെ നിറയുന്ന ഭാഷ, പദസമ്പത്തേറെ നിറയുന്ന ഭാഷ, മനം നിറയുന്നൊരാ മധുര ഭാഷ, മനം നിറയുന്നൊരാ മധുര ഭാഷ. കേരങ്ങൾ തിങ്ങും കേരള നാടിൻ്റെ മാഹാത്മ്യമോതുന്ന മലയാളം, കരയുന്ന കുഞ്ഞിനെ കൈമുതലായി കഥനം നീക്കുന്ന മാതൃഭാഷ, കഥനം നീക്കുന്ന മാതൃഭാഷ. നമ്മൾ തൻ സിരകളിലൊഴുകുന്നതും നമ്മൾ സദാ പ്രയോഗിക്കുന്നതും, തുഞ്ചൻ്റെ ശാരിക കൊഞ്ചിക്കുഴഞ്ഞതും അഞ്ചിതമാകും നൽ മാതൃഭാഷ, അഞ്ചിതമാകും നൽ മാതൃഭാഷ. മലയാളമെന്ന മൃദൂറും ഭാഷ, മഹിമകളേറെ നിറയുന്ന ഭാഷ, പദസമ്പത്തേറെ നിറയുന്ന ഭാഷ, മന നിറയുന്നൊരാ മധുര ഭാഷ. ഏതെല്ലാം ഭാഷ പഠിച്ചെന്നാലും, ഏതെല്ലാം വസ്ത്രമണിഞ്ഞെന്നാലും, ഏതു ജലത്തിൽ കുളിച്ചെന്നാലും, ഏവർക്കും വാത്സല്യം മാതൃഭാഷ, ഏവർക്കും വാത്സല്യം മാതൃഭാഷ. നന്ദി. അടുത്ത കവിത ചൊല്ലാനായി ശ്രീ സുരേഷ് മാഞ്ചസ്റ്ററിനെ ക്ഷണിക്കുന്നു. ഹലോ.
നട്ടൊരു പൂമരക്കൊമ്പില് കുഞ്ഞു മുകുളങ്ങൾ പുഞ്ചിരിച്ചു. ചുറ്റിൽ തടം കോരി വെള്ളമൊഴിച്ചപ്പോൾ കുഞ്ഞീളം ചുണ്ടുകൾ പുഞ്ചിരിച്ചു. ചാരേയിരുന്ന് ഞാൻ കവിത എഴുതുമ്പോൾ എത്തി നോക്കിയിടുന്നു കുഞ്ഞിലകൾ. ഈണത്തിൽ പാടിയ പാട്ടുകൾ കേട്ടപ്പോൾ താളത്തിലാടുന്ന കുഞ്ഞിലകൾ. പച്ചയുടുപ്പിട്ട പൂമരച്ചില്ലകൾ നാടിനഴകായി വളർന്നുവല്ലോ. പച്ചക്കുട ചൂടി മാനം നിറഞ്ഞപ്പോൾ നാടിൻ പുകഴ്പ്പായി മാറിയല്ലോ. ഊഞ്ഞാല് കെട്ടുവാനുമ്മം കൊടുക്കുവാൻ നാട്ടിലെ ഉണ്ണികൾ വന്നുവല്ലോ. കാതോടു കാതോരം കിന്നാരം ചൊല്ലുവാൻ കാമോകി കാമുകർ വന്നുവല്ലോ. കൂടൊന്ന് കൂട്ടുവാൻ കൂട്ടൊന്നു കൂടുവാൻ കുഞ്ഞിക്കുരുവികൾ വന്നുവല്ലോ. പാട്ടൊന്ന് പാടുവാൻ പാറിക്കളിക്കുവാൻ പച്ചപ്പനന്തത്ത വന്നുവല്ലോ. പൂമരപ്പെണ്ണിൻ്റെ സൗഭാഗ്യമോർത്തപ്പോൾ കാട്ടുചെടികൾ മോറുമോറുത്തു. ഏഷണി കൂട്ടിയും കൊഞ്ഞനം കുത്തിയും കാട്ടുചെടികൾ പീറുത്തു. പൂക്കാലം വന്നപ്പോൾ പൂക്കളം തീർക്കുവാൻ പൂമരച്ചില്ലകൾ കാത്തിരുന്നു. പൂക്കുവാൻ മോഹിച്ച് പൂക്കാലം മോഹിച്ച് പൂത്താലി പെണ്ണവൾ കാത്തിരുന്നു. കാട്ടുചെടികളിൽ പൂക്കൾ വിടർന്നപ്പോൾ ആമോദത്താലവൾ കാത്തിരുന്നു. താനുമൊരു നാളിൽ പൂക്കുമെന്നോർത്തപ്പോൾ ആനന്ദത്താലവൾ നൃത്തമാടി. കാലങ്ങളേറെ കടന്നങ്ങ് പോയിട്ടും പൂക്കാലം വന്നില്ല പൂമരത്തിൽ. പൂക്കൾ വിടർന്നില്ല പൂമ്പാറ്റ വന്നില്ല പൂന്തേനുകരുവാൻ വണ്ടുകളും. പൂമരം നാടിൻ്റെ പഴമരമാണെന്ന് കാട്ടുചെടികൾ പരിഹസിച്ചു. പൂക്കളില്ലാത്തവൾ കൊള്ളരുതാത്തവൾ നാടും നാട്ടാരും പരിഹസിച്ചു. കണ്ണു നിറഞ്ഞപ്പോൾ കണ്ണീരു പെയ്തപ്പോൾ പൂമരച്ചില്ലകൾ തേങ്ങിയല്ലോ. കാറ്റേറ്റു വീഴുവാൻ കാലം ചെടിടുവാൻ നാട്ടിലെ പൂമരം കാത്തിരുന്നു. ആശ്വാസമേകാനരികത്ത്
അടുത്ത് ചെന്നപ്പോൾ ഇലകൾ പൊഴിച്ചവൾ തേങ്ങിയല്ലോ. അന്നൊരു നാളില് പൂമരം വീണപ്പോൾ തേങ്ങുവാനാകാതെ ഞാനിരുന്നു. ഞാൻ നട്ട പൂമരം പാഴ്മരമായപ്പോൾ ഗ്രാമം ഉപേക്ഷിച്ച് ഞാൻ നടന്നു. ഞാൻ നട്ട പൂമരം പാഴ്മരമായപ്പോൾ ഗ്രാമം ഉപേക്ഷിച്ച് ഞാൻ നടന്നു. ഗ്രാമം ഉപേക്ഷിച്ച് ഞാൻ നടന്നു. താങ്ക് യു. അടുത്ത കവിത അവതരിപ്പിക്കുന്നതിനായി ശ്രീമതി എസ് പത്മജയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കവിതയുടെ പേര് മണ്ണ്. മണ്ണറിയാൻ, മണ്ണിനെ അറിയാൻ മണ്ണിനങ്ങളെ തേടി നടന്നു. നഗ്നമായ കാൽവെപ്പോടെ കാതങ്ങൾ താണ്ടേണ്ടി വന്നില്ല. ചുവന്ന മണ്ണിൻ ശോഭ കണ്ട് മണത്തു നോക്കി. പച്ച രക്തത്തിൻ വിറങ്ങലിച്ച ഗന്ധം, കർഷകൻ്റെ കൈത്തഴമ്പു വീണ പശിമരാശി മണ്ണൊരു പിടി വാരി, ഉപ്പിൻ്റെ നനവ്. ചതുപ്പുറങ്ങും കറുത്ത മണ്ണിൽ ചതിയുടെ ചപ്പു വിരിച്ചിട്ടിരിക്കുന്നു. ചരിത്രം കുഴിച്ചു മൂടിയത് ഇവിടെയാണത്രേ. മിനുക്കിയെടുത്തോളൂ, പക്ഷേ മനസ്സു മടുപ്പിക്കരുതെന്ന് ചമതയിൽ ചുരുണ്ടുകൂടിയ കളിമണ്ണ്. കാലുറയ്ക്ക മണൽ മണ്ണിലിരിക്കെ കടലൊളിച്ച പുറന്തോടുകൾ കാറ്റെടുത്ത കഥ പറഞ്ഞു. നെഞ്ചു പിളർത്തി കുത്തിയൊഴുകി ഊർന്നിറങ്ങിയ ചരലുകൾ കാടിൻ്റെ വേരെറുത്ത നെറുകേടു കാട്ടിത്തന്നു. വഴിപിഴച്ച പുഴയോ അതേറ്റു ചൊല്ലി. വെട്ടിയറുത്തു മാറ്റി അതിരുകെട്ടി ശവന്നാറി പൂക്കൾ പൂത്തുലഞ്ഞു. ചുടുലച്ചുവപ്പിൻ്റെ ഒടുവിൽ ചാരം പുകയുന്നു. ചിതൽ ചിരിക്കുന്നു. മണ്ണിലുറപ്പിച്ച കാലുകൾ ആഴ്ന്നു പോകുന്നു. ഒടുവിലൊരു പിടി മണ്ണാവുന്നു. ഞാനും ഒരു പിടി മണ്ണാവുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത കവിത അവതരിപ്പിക്കുന്നതിന് ശ്രീമതി ലതാ റാമിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇഷ്ടകവിതയിൽ വന്ന എന്നിട്ട് എന്ന പ്രണയ കവിതയാണ് ഞാനിവിടെ ചൊല്ലുന്നത്. കിനാവുകൾ പൂത്ത ജക്കരാന്ത പൂക്കളുടെ വയലറ്റ് പ്രണയങ്ങളിൽ നമ്മളെ അലയാൻ വിടണം. കിനാവുകൾ പൂത്ത ജക്കരാന്ത പൂക്കളുടെ വയലറ്റ് പ്രണയങ്ങളിൽ നമ്മളെ അലയാൻ വിടണം. പ്രണയനൂലായി പെയ്തിറങ്ങുന്ന മഞ്ഞിലും മഴയിലും മലർവാടികളാകണം, വണ്ടുകളാകണം, തേൻ നുകരണം. പ്രണയനൂലായി പെയ്തിറങ്ങുന്ന മഞ്ഞിലും മഴയിലും മലർവാടികളാകണം, വണ്ടുകളാകണം,
പകരണം തേൻ നുകരണം നിലാവ് പൂത്തരാവിൽ നക്ഷത്ര തിളക്കത്തോടെ നീ എന്നരികിലെത്തുമ്പോൾ എന്നിലും നിന്നിലും വസന്തം വിരിയണം. നിലാവ് പൂത്തരാവിൽ നക്ഷത്ര തിളക്കത്തോടെ നീ എന്നരികിലെത്തുമ്പോൾ എന്നിലും നിന്നിലും വസന്തം വിരിയണം. എന്നിട്ട് എന്നിലെ നീയും നിന്നിലെ ഞാനും കിനാവിലെ പ്രണയമഴയിൽ നടക്കാനിറങ്ങണം. രാവ് പുലരാതിരുന്നെങ്കിലെന്ന് വെറുതെ കൊതിച്ചുകൊണ്ടേയിരിക്കണം. രാവ് പുലരാതിരുന്നെങ്കിലെന്ന് വെറുതെ കൊതിച്ചുകൊണ്ടേയിരിക്കണം. അടുത്ത കവിത അവതരിപ്പിക്കുന്നതിന് ശ്രീ സലീം കുളത്തിപ്പടിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കവിതയുടെ പേര് നഗരത്തിൻ്റെ പുതിയ ഭൂപടം വരയ്ക്കുന്നവർ. ഇന്ന് ഞങ്ങളുടെ ആകാശത്ത് നക്ഷത്രങ്ങളില്ല, പുഴകൾ നീല നദികളുമല്ല. പുകച്ചുരുളുകൾ ഉയരുന്നതും ധൂമപടലങ്ങൾ പറക്കുന്നതും തെരുവുകൾ ശുചീകരിക്കുന്നതിൻ്റെയുമല്ല. പച്ചമാംസം കരിയുന്ന ഗന്ധം പൊതുമശാനത്തിൽ നിന്നുമല്ല. ഉയരുന്ന ആരവങ്ങൾ ആഘോഷങ്ങളുമല്ല. ചീറിപ്പായും ട്രക്കുകൾ യാത്രാ വാഹനങ്ങളുമല്ല. ഇടിഞ്ഞു വീഴുന്നത് പഴക്കം ചെന്ന മന്ദിരങ്ങളായിട്ടുമല്ല. താഴ്വരകളിൽ ഒലിവ് മരങ്ങൾ കത്തിക്കരിയുന്നതും ഈന്തപ്പനകൾ പൂക്കാതിരിക്കുന്നതും ഭൂമി വരണ്ടുണങ്ങിയതുകൊണ്ടുമല്ല. അതിരുകൾ വരയ്ക്കാതെ മണ്ണിൽ അഭയം ചോദിച്ചു വന്നവർ രാജ്യത്തിന് പുതിയ പേര് വിളിച്ചതും നഗരത്തിൻ്റെ പുതിയ ഭൂപടം വരച്ചതും പിന്നെ പുഴകളും കാറ്റും പിണങ്ങി മാറിയതും പാതകൾ കുറ്റിച്ചെടികൾ കൈയടക്കിയതും മന്ദിരങ്ങൾ പ്രേതാലയങ്ങളായതും ഞങ്ങളുടെ ആകാശം ഇരുട്ടായി മാറിയതും. നന്ദി, നമസ്കാരം. അടുത്ത കവിത അവതരിപ്പിക്കുന്നതിന് ശ്രീ ശശികുമാർ മാഷിനെ ക്ഷണിക്കുന്നു. കവിത രണ്ട് ജഡങ്ങൾ. ഒന്ന് ആശയവും തമ്മിൽ യുദ്ധത്തിൽ ആശയം തോറ്റുപോയവൻ്റെ ജഡം. അത് പൊതുദർശനത്തിന് വയ്ക്കുന്നു. അതിനുവേണ്ടി ആചാരവെടികൾ മുഴങ്ങുന്നു. അതിന് വാഴ്ത്തുപാട്ടുകൾ ഉണ്ടാകുന്നു. ഒടുവിൽ കുഴിമാടത്തിൽ ദ്രവിച്ചു തീർന്ന് ഇരുട്ടും ശൂന്യതയുമായി മറവിയിലേക്ക് വീഴുന്നു. രണ്ട് ആശയവും തമ്മിൽ യുദ്ധത്തിൽ ആശ തോറ്റുപോയവൻ്റെ പട്ടിണി കൊണ്ട് മരിച്ച ജഡം. അവൻ്റെ അന്ത്യാഭിലാഷപ്രകാരം അത് മെഡിക്കൽ കോളേജിലെത്തുന്നു. അനാട്ടമി ക്ലാസ്സിൽ ബോഡി പരിശോധിച്ച വിദ്യാർത്ഥികൾക്ക് അതിൽ നിന്ന് പുലരിയുടെയും വസന്തത്തിൻ്റെയും വിത്തുകൾ ലഭിക്കുന്നു. അനാട്ടമി ക്ലാസ്സിൽ ബോഡി പരിശോധിച്ച വിദ്യാർത്ഥികൾക്ക് അതിൽ നിന്ന് പുലരിയുടെയും വസന്തത്തിൻ്റെയും വിത്തുകൾ ലഭിക്കുന്നു.
അടുത്ത കവിത അവതരിപ്പിക്കുന്നതിന് ശ്രീമതി റാലിമ ബിജുവിനെ ക്ഷണിക്കുന്നു. കവിത കൂട്ടുകൂടാത്തവൾ. ഇരുട്ടുപെറ്റ കൊടും കാടിനുള്ളിൽ അന്തിക്ക് ചോപ്പ് ചായേ മൊഴിയകന്ന മൗനത്തിൻ്റെ ചുരുണ്ട വഴികളിൽ മലകേറി പായുന്നു വെള്ളച്ചുമിരാത്തി. ഉച്ചവെയിൽ ഉച്ചിയെ ഒരുക്കുമ്പോൾ അവള് ഒറ്റയ്ക്കിരിക്കുന്നെന്ന് പായാരം ചൊല്ലുന്നു. കനലുള്ള വഴികളിൽ കുളിരുള്ളൊരു കാറ്റാണ് നീയെന്ന് കാടകങ്ങളിൽ കുറുന്തോട്ടി ആഞ്ഞു വലിക്കവേ പിറുപിറുക്കുന്നു. കൂർത്ത മുള്ളിൽ ചവിട്ടി ചോര കിനിയുമ്പോഴും വാത്സല്യത്തിൽ സ്നേഹാമൃതം നിറച്ച് അമ്പുകുത്തി മലയുടെ ഉയരം താഴ്ചയാക്കി മാറ്റുന്നു. കെട്ടകാലത്തിൽ പെണ്ണവളെ ഒറ്റയ്ക്കിരുത്തരുതെന്ന ചിന്തയിൽ കൈക്കും കാലിനും വേഗതയേറുന്നു. ഇന്നലെയൊന്നിൽ 1000 കാതങ്ങൾ താണ്ടിയ വേദന, മുറിവിന് വ്യാഴവട്ടത്തിൻ്റെ വലിപ്പം. കുടിക്കെല്ലാം ആനന്ദം തെളിച്ചോള്, അമ്മയ്ക്ക് വിളക്കായിരുന്നോള്, മണ്ണപ്പം ചുട്ട് കളിക്കുന്നേരം കണ്ണിൽ തീയൊളിപ്പിച്ച് വന്നൊരു വൻപുലി. കണ്ണുകെട്ടി കഴുത്തിൽ കടിയുമ്മ നൽകി കാടകത്തേക്ക് പാഞ്ഞുപോയി. അവളെ തിരിഞ്ഞുപോയ ഊരാളനും ആനപ്പാദത്തിനടിയിൽ അമർന്നുപോയി. പോയവർ പോയില്ലേ എന്ന വാക്ക് വീശിയ തീക്കാറ്റിൽ പൊള്ളി അടരുന്നു മനം. ചുണ്ടിലും നഖത്തിലും ചുവന്ന ചായം പൂശി പുലി പിന്നെയും പിന്നെയും വന്നു. ഒളിച്ചു കളിക്കും കുട്ടികൾ പലരും മറനീക്കി പുറത്തു വരാത്തത് ആവർത്തനങ്ങളായപ്പോൾ ഒരുമയോടെ കൂടെ കഴിഞ്ഞവർ കുടിയൊഴിഞ്ഞ് കാടൊഴിഞ്ഞ് മലയിറങ്ങി. കാട്ടിലെ കുടി മാറാതെ ഓർമ്മകൾക്ക് കൂട്ടിരിക്കുന്നു വെള്ളച്ചുമിരാത്തി. മലമുകളിൽ കൊടുങ്കാട്ടിൽ ഒറ്റയ്ക്കല്ലേ എന്ന് കാറ്റ് മൂളുമ്പോൾ പൊയ്യുണ്ട് മൈയുണ്ട് സൂര്യചന്ദ്രന്മാരും കൂട്ടിനുണ്ടെന്ന് പിന്നെയും ചൊല്ലുന്നു വെള്ളച്ചുമിരാത്തി. താങ്ക് യു. അടുത്ത കവിത അവതരിപ്പിക്കുന്നതിന് ശ്രീമതി മെഹറുന്നീസ പ്രമോദിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രകാശനം ചെയ്യപ്പെട്ട കവർ, പുസ്തകത്തിൻ്റെ കവർ അതെൻ്റെ ആയിരുന്നു. കവിത അപ്പോഴും അയാൾ കവിത വായിക്കുകയായിരുന്നു. കവിതയുടെ വിജനമായൊരു തെരുവിൽ വെച്ചാണ് ഇളം വെയിലിൽ ഞാൻ അയാളെ ആദ്യമായി കണ്ടത്. ഒറ്റ നോട്ടത്തിൽ ശരവേഗത്തിൽ പാഞ്ഞു പോകുന്ന ഒരു തീവണ്ടി. പിറ്റേന്ന് കാണുമ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ വായനശാലയ്ക്ക് മുന്നിൽ കവിത വായിക്കുകയായിരുന്നു. അയാളുടെ ശബ്ദം ഭാഷയെ അതിജീവിക്കുന്നു. ഭാഷ കാട്ടിൽ നിന്നിറങ്ങി വന്ന് കടല് താണ്ടുന്നു. കവിതയിൽ കുന്നിൻ പുറത്തെ പച്ചപ്പോ കരിമുകിലോ കാട്ടാറോ വയലേലകൾ തഴുകുന്ന മന്ദമാരുതനോ ഉണ്ടായിരുന്നില്ല. കവിതയിൽ നാട്ടിൻ പുറത്തെ വറ്റാത്ത കിണറും കിണർ മൂടിയപ്പോൾ ഇല്ലാതായ കുടിവെള്ളവും മൺകുടം തലയിലേന്തി വെള്ളത്തിനായി അലയുന്ന ഗ്രാമീണരും നിരന്നു നിന്നു. ഗർഭപാത്രത്തിൽ നിന്നൊരു സന്തതി തല ഉയർത്തി നോക്കി. ഞാൻ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. നിരാശയുടെ നിലവിളിയിൽ ഹൃദയമിടിപ്പ് നിലച്ച് താനൊരു ചിത്രകാരനാണെന്ന് കേൾവിക്കാരെ സ്വയം പരിചയപ്പെടുത്തുന്നു. ഇന്നലെ ബാറിൽ വഴക്കുണ്ടാക്കിയ വയലിനിസ്റ്റ് അല്ലേ, ചിലർ അത്ഭുതത്തോടെ പറഞ്ഞു. മൂടിയ കിണർ വലിയ ശബ്ദത്തോടെ തുറക്കപ്പെടുന്നതും ജലധാരയിൽ ഗ്രാമം വസന്തം തേടുന്നതിനെക്കുറിച്ചും അപ്പോഴും അയാൾ കവിത വായിക്കുകയായിരുന്നു. നന്ദി, നമസ്കാരം. അടുത്ത കവിത ചൊല്ലുന്നതിന് ശ്രീമതി സുചിത്ര ബാബു. ശ്രീമതി രാധിക പടിപ്പുര. നമസ്കാരം. ഇടുക്കിയുടെ മലമുകളിൽ ഉത്ഭവിച്ച ഈ കാട്ടരുവിക്ക് കാവ്യശകി എന്ന മഹാസാഗരത്തിൽ ലയിക്കാൻ അവസരം തന്ന പ്രിയപ്പെട്ട രാവണ്യ മാഷിനും ശിഖ അംഗങ്ങൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഹൃദയങ്ങൾക്കും നമസ്കാരം. കവിത ഇരുളിനോളം ഭംഗി മറ്റെന്തിനാണ്. ഇരുൾ മൂടിയ പാടവരമ്പത്തെ ചെമ്പൻ കണ്ണുകളിലൂടെ നിശബ്ദതയെ കീറിമുറിക്കുന്ന രാത്രിയുടെ മൂളലിലൂടെ ഇരുൾ നമ്മെ മാടി വിളിക്കാറുണ്ട്. കാലഹരണപ്പെട്ടു പോയ ചൂട്ടുവെളിച്ചത്തിൽ പാതയോരങ്ങളിലെ ചിമ്മിനി വിളക്കുകളിൽ നാം അറിയാതെ പോയ ബാല്യങ്ങളും നിശബ്ദയായ അവളുടെ തേങ്ങലുകളും കാതുകളിൽ
ഒരിരമ്പലായി മാറാറുണ്ട്. ഇരുളിനോളം ഭംഗി മറ്റെന്തിനാണ്? നീയും ഞാനുമുള്ള ഏകാന്തതയെ, ആത്മാവിൻ്റെ നിശബ്ദതയെ, ആത്മാവിൻ്റെ നിശബ്ദമായ തേങ്ങലുകളെ, നിന്നിലേക്ക് ഒഴുകിയെത്തുന്ന എൻ്റെ ഇന്നലകളെ ഇരുൾ മനോഹര കാവ്യമാക്കാറുണ്ട്. നിശബ്ദമായ സ്നേഹസല്ലാപങ്ങളെ, കരുതലിൻ്റെ താരാട്ടിനെ, നഷ്ടസ്വപ്നങ്ങളുടെ വേലിയേറ്റങ്ങളെ മനോഹരമാക്കുന്ന മറ്റാരുണ്ട്? ഇരുളിനോളം ഭംഗി മറ്റാർക്കാണ്? നന്ദി. അടുത്ത കവിത ചൊല്ലുന്നതിന് ശ്രീമതി ശ്രീബ ബി എ ക്ഷണിക്കുന്നു. നമസ്കാരം. കവിത ചില നോട്ടങ്ങൾ. കവലയിൽ ബസ് കാത്തു നിൽക്കുമ്പോഴാണ് ആ ചുഴിഞ്ഞ നോട്ടത്തിൽ ഞാൻ നഗ്നയായത്. ഒളിക്കാൻ ഒരിടം തേടി ഭൂമി പിളർന്നു താഴ്ന്നു പോകുവാൻ കണ്ണുകൾ പാഞ്ഞു. ആ കാമക്കണ്ണുകളിൽ ഇരുട്ട് പടർത്താൻ ഒരു ദൈവവും ആ വഴി വന്നില്ല. വഴിയരികിലെ വീപ്പയിലേക്ക് ഉറ്റുനോക്കുന്ന ആർത്തി പിടിച്ച വിശപ്പിൻ്റെ നോട്ടം മിന്നൽ പിണരായി മനസ്സിൽ കുരുങ്ങിയപ്പോഴും ദൈവങ്ങൾ ഉറങ്ങിക്കിടന്നു. വെള്ളത്തുണിയിൽ പുതപ്പിച്ചു കിടത്തിയ അമ്മയുടെ അരികിലെ കുഞ്ഞിൻ്റെ നോട്ടത്തിലെ ശൂന്യതയിൽ ഉള്ളം മറവിച്ചപ്പോൾ ഏതു ദൈവത്തെയാണ് തേടേണ്ടതെന്ന് അറിയില്ലായിരുന്നു. കെട്ടിപ്പൊക്കിയതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ യുദ്ധക്കൊടുമ്പിരിയിൽ തകർന്നു വീഴുമ്പോൾ പകച്ച കണ്ണുകളിലെ നോട്ടം കണ്ട് ദൈവങ്ങൾ മുകളിലിരുന്ന് ചിരിക്കുകയായിരുന്നു. ചിറകറ്റവരുടെ കണ്ണിലെ ദൈന്യനോട്ടത്തിൻ്റെ മുനകളിൽ കൊഴിഞ്ഞു പിടയുമ്പോൾ ദൈവത്തെ തേടി ആരോ പോയിരുന്നു പോലും. കൂട്ടിലടയ്ക്കപ്പെട്ടവളുടെ അടഞ്ഞ നോട്ടത്തിൻ്റെ പൊരുൾ നേടി അലയുമ്പോഴും ദൈവവും ഏതോ കൂട്ടിനകത്തായിരുന്നു. വിൽപ്പനയ്ക്ക് വെച്ച പെൺകുട്ടിയുടെ കണ്ണിലെ തീക്ഷ്ണ നോട്ടത്തിൻ്റെ ആഴം കണ്ട് ഉള്ളം വെന്തപ്പോഴും ദൈവങ്ങൾ കണ്ണടച്ചു വെച്ചു. ചെന്നായ്ക്കൾ കടിച്ചു കീറിയ പെണ്ണുടലിൻ കണ്ണുകളിലെ ചത്ത മീനിൻ്റെ നോട്ടം കണ്ട് ദൈവം നിശ്ചലനായിരുന്നു. ചില നോട്ടങ്ങൾ അങ്ങനെ ഉള്ളുലച്ച കാഴ്ചകളാകുമ്പോൾ ഉയർത്തെഴുന്നേൽക്കാനാവാത്ത വിധം ദൈവങ്ങൾ തോറ്റുപോയിരുന്നു എത്രേ. അടുത്ത കവിത വായിക്കുന്നതിനായി ശ്രീമതി റീബ പോൾ.